ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറിഫൈസസ് ആണ് കണ്ടത്. ഒറിഫൈസസും ഹൈഡ്രോളിക് കോഎഫിഷ്യൻസും നമുക്കറിയാം. 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഉണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഇത് മൂന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. സോ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന എല്ലാ വാല്യൂസും തിയറട്ടിക്കൽ വാല്യൂസ് ആണ്. ഐഡിയൽ കണ്ടീഷനെ ബേസ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂസ് ആണ്. സോ അതായിരിക്കില്ല ആക്ച്വൽ ആയിട്ട് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂസ്, ഡിസ്ചാർജ് ആയാലും വെലോസിറ്റി ആയാലും ഒക്കെ. സോ അതിനെ ഈ തിയറട്ടിക്കൽ ഡിസ്ചാർജിനെ അല്ലെങ്കിൽ തിയറട്ടിക്കൽ വെലോസിറ്റിനെ ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ട വാല്യൂസ് ആണ് ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് നമ്മൾ വെറുതെ എടുത്ത് ഉപയോഗിക്കുന്ന കുറച്ച് 0.6, 0.9 അങ്ങനെ എടുക്കുന്ന വാല്യൂസ് അല്ല. അതിനൊരു എക്സ്പെരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ പല എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ട് ആ എക്സ്പെരിമെന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന വാല്യൂസ് ആണ് ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. സോ നമുക്കറിയാം, എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ ചെയ്തിട്ട് ആക്ച്വൽ ആയിട്ട് എത്ര ഡിസ്ചാർജ് വരുന്നു, ആക്ച്വൽ ആയിട്ട് എത്ര വെലോസിറ്റി വരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ആക്ച്വൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി, തിയറട്ടിക്കൽ ഡിസ്ചാർജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് കിട്ടും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എക്സ്പെരിമെന്റലി ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഡിറൈവ് ചെയ്യാന്നാണ്. ഇപ്പൊ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ എക്സ്പെരിമെന്റ് കാണും, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ എക്സ്പെരിമെന്റ് കാണും. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം അതിന്റെ റിലേഷൻ, നിങ്ങൾക്ക് അറിയാം. അത് വെച്ച് 2 പ്രോബ്ലംസും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, സോ പറഞ്ഞു എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. സോ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ ജനറൽ ഇക്വേഷൻ? നിങ്ങൾക്കറിയാം, ക്യൂ തിയറട്ടിക്കൽ ബൈ ക്യൂ ആക്ച്വൽ, ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയറട്ടിക്കൽ അല്ലേ? ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഓൾറെഡി തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. തിയറട്ടിക്കൽ ഡിസ്ചാർജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു √2 GH ആണ് അല്ലെ? അത് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളത് എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ് ആണ് അല്ലെ? സോ CD കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. അതായത് ആ ഒറിഫൈസിൽ കൂടെ ആക്ച്വൽ കണ്ടീഷനിൽ നമ്മളൊരു ലിക്വിഡ് ഫ്ലോ ചെയ്യിക്കുകയാണെങ്കിൽ, ഒറിഫൈസിൽ കൂടെ ഒരു ജെറ്റ് വരുവാണെങ്കിൽ അതിന്റെ ആക്ച്വൽ ഡിസ്ചാർജ് എത്രയായിരിക്കും അതറിയാമെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിന്റെ കേസ് പറഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി ആണ്. അത് തിയറട്ടിക്കൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം, √2 GH. നമുക്ക് വേണ്ടത് എന്താണ്? ആക്ച്വൽ വെലോസിറ്റി ആണ് അല്ലെ? സോ ഈ എക്സ്പെരിമെന്റ് വഴി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റിയും കണ്ടുപിടിക്കുക. ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റിയും കണ്ടുപിടിക്കുക. സോ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? CDയും CVയും കണ്ടുപിടിക്കാൻ പറ്റും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ എക്സ്പെരിമെന്റ് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഒരു ടാങ്ക് ആണ്. ആ ടാങ്കിന്റെ സൈഡിൽ ഒരു ഒറിഫൈസ് ഉണ്ട്. ടാങ്കിന്റെ വെർട്ടിക്കൽ വാളിൽ ഒരു ഒറിഫൈസ് ഉണ്ട്. സോ ഒറിഫൈസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഒറിഫൈസിൽ കൂടെ വെള്ളം പുറത്തു വരും അല്ലേ? സോ വാട്ടർ കംസ് ഔട്ട് ഓഫ് ദ ഒറിഫൈസ്. ഇനി ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് എന്താ സാധാരണഗതി സംഭവിക്കുക? ഒരു ടാങ്കിൽ ഒരു തുളയിട്ട് കഴിഞ്ഞാൽ കൂടെ വെള്ളം പോയാൽ എന്ത് ചെയ്യും? ഈ വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? സോ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വാട്ടർ ലെവൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം അല്ലെ? ഒരു H എന്ന് പറഞ്ഞ ഹെഡ് ഉണ്ടെങ്കിൽ ആ ഹെഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. ആ ഹെഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ എന്ത് ചെയ്യും? നമ്മളൊരു എക്സ്ട്രാ വാട്ടർ സപ്ലൈ കൊടുക്കും. സോ എക്സ്ട്രാ വാട്ടർ സപ്ലൈ കൊടുത്തിട്ട് H എന്ന് പറയുന്ന ഹെഡ് നമുക്കറിയാം, ഹെഡ് ഓവർ ദ ഒറിഫൈസ് ആണ്. ഒറിഫൈസിന്റെ സെന്ററിൽ നിന്ന് വാട്ടർ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഹൈറ്റ്, ദാറ്റ് ഈസ് H. സോ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്നത് ടാങ്കിൽ ഒറിഫൈസ് ഉണ്ട്, ആ ഒറിഫൈസിൽ കൂടെ വാട്ടർ പോകുന്നു. ഓക്കെ, ഒറിഫൈസ് ഉണ്ടെങ്കിൽ വാട്ടർ പോകുന്നു നമുക്കറിയാം. ആ വാട്ടർ പോകുമ്പോൾ ഈ വാട്ടർ ലെവൽ ടാങ്കിൽ കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ഒരു വാട്ടർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ സപ്ലൈ കൊണ്ട് ഈ H എന്ന് പറയുന്ന ഹെഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. വാട്ടർ ഈസ് അലൗഡ് ടു ഫ്ലോ ഫ്രം എ ടാങ്ക് ത്രൂ ആൻ ഒറിഫൈസ് അറ്റ് എ കോൺസ്റ്റന്റ് ഹെഡ്. സോ കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? ഒരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുത്തിട്ട് കോൺസ്റ്റന്റ് ഹെഡ് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വാട്ടർ പോകുന്ന വാട്ടർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ മെഷറിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യും. ഓക്കെ, വാട്ടർ ഈസ് കളക്ടഡ് ഇൻ എ മെഷറിംഗ് ടാങ്ക് ഹാവിംഗ് ആൻ ഏരിയ ഓഫ് A ഫോർ ടൈം T. സോ നമുക്കൊരു മെഷറിംഗ് ടാങ്ക് ഈ വാട്ടർ റിസീവ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മുടെ ടാങ്കിൽ നിന്ന് ഒറിഫൈസിൽ കൂടെ വരുന്ന വെള്ളം റിസീവ് ചെയ്യാൻ ഒരു മെഷറിംഗ് ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക.
സോ ആ മെഷറിംഗ് ടാങ്കിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ആണ്. അപ്പോൾ ടൈം ടിയിൽ ഒരു ടി സെക്കൻഡ്സ്, ലെറ്റ്സ് ടി സെക്കൻഡ്സ് കഴിയുമ്പോൾ എച്ച് ഹൈറ്റിൽ അതിൽ വാട്ടർ റൈസ് ചെയ്യുന്നു എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക് ഈസ് നോട്ടഡ് അറ്റ് ടൈം ടി. അതാണ് എച്ച്. ടി എന്ന് പറഞ്ഞാൽ ടൈം, എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ലെവൽ വാട്ടർ അതിൽ റൈസ് ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ എച്ച് ഹെഡ് ആണ്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ടാങ്കിൽ ടി ടൈമിൽ എത്രത്തോളം വെള്ളം നിറഞ്ഞു. മനസ്സിലായല്ലോ അല്ലെ? എത്ര വെള്ളത്തിന്റെ ഹൈറ്റ് മെഷറിംഗ് ടാങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നു, അതാണ് എച്ച് എന്ന് പറഞ്ഞാൽ. എ ആണ് മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. സോ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് ഉണ്ട്, ടാങ്കിൽ ഒറിഫൈസ് കൊടുക്കുന്നു, ഒറിഫൈസിൽ നിന്ന് വെള്ളം വരുന്നു. ആ വെള്ളം വരുന്ന സമയത്ത് കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുക്കുന്നു. ഈ ഒറിഫൈസിൽ കൂടെ വരുന്ന വെള്ളം നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു മെഷറിംഗ് ടാങ്കിലാണ്. ആ മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ എ ആണ്. അപ്പം ടി ടൈമിൽ എച്ച് ഹൈറ്റ് വാട്ടർ അതിൽ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കാം. മനസ്സിലായല്ലോ? ടി ടൈമിൽ എച്ച് ലെവല് വെള്ളം നമ്മുടെ മെഷറിംഗ് ടാങ്കിൽ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആക്ച്വൽ ഡിസ്ചാർജ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ചാർജിന്റെ ബേസിക് ഇക്വേഷൻ എന്താ? നിങ്ങൾക്ക് യൂണിറ്റ് തന്നെ അറിയാം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതെന്താ ഇന്റന്റ് ചെയ്യുന്നത്? ഒരു സെക്കൻഡിൽ എത്ര വോളിയം വാട്ടർ കളക്ട് ചെയ്തു എന്നാണ് അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര വോളിയം ഓഫ് ലിക്വിഡ് കളക്ട് ചെയ്യുന്നു എന്നാണ് ഡിസ്ചാർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ടി സെക്കൻഡ്സിലാണ് വാട്ടർ കളക്ട് ചെയ്യുന്നത്. എത്ര ഹൈറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്? എച്ച് ആണ്. എത്ര ഏരിയയിലാണ് കളക്ട് ചെയ്യുന്നത്? എ ആണ് അല്ലെ? ഏരിയ എ, ഹൈറ്റ് എച്ച്, ടൈം ടി. സോ വാട്ട് വിൽ ബി ദ ഡിസ്ചാർജ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ബൈ ടൈം ആണല്ലോ അല്ലെ? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ബൈ ടൈം. സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ കളക്റ്റഡ് ഹിയർ? ഈ ടാങ്കിലാണ് കണക്ട് ചെയ്യുന്നത്. ടാങ്കിന്റെ ഏരിയ എ ആണ്. ടാങ്കിന്റെ വാട്ടർ കളക്ട് ചെയ്ത് എച്ച് ഹൈറ്റിലാണ്. സോ വാട്ട് വിൽ ബി ദ വോളിയം? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ? ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ വോളിയം? സോ എ ഇൻറ്റു എച്ച് ബൈ ടി, അതാണ് ആക്ച്വൽ ഡിസ്ചാർജ്. മനസ്സിലായല്ലോ? ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ ജസ്റ്റ് ഒരു മെഷറിംഗ് ടാങ്കിൽ വാട്ടർ റിസീവ് ചെയ്യുന്നു ടി ടൈമിൽ. അത് റിസീവ് ചെയ്യുന്ന ടി ടൈമിൽ റിസീവ് ചെയ്യുന്ന ഹൈറ്റ് എച്ച് ആണെങ്കിൽ ആ ഹൈറ്റ് ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര വോളിയം വാട്ടർ കളക്ട് ചെയ്തു എന്ന് കിട്ടും. ആ വോളിയം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്ചാർജ് കിട്ടും അല്ലെ? സോ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് ഇത്. അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ആയിട്ട് എത്രത്തോളം വെള്ളം കളക്ട് ചെയ്യാൻ പറ്റുന്നു അതാണ് ആക്ച്വൽ ഡിസ്ചാർജ് അല്ലേ? സോ ആക്ച്വൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് കിട്ടി. ആക്ച്വൽ ഡിസ്ചാർജ് Q is equal to A into H by T. സോ തിയററ്റിക്കൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് അറിയാം. എന്താണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്? ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി അല്ലെ? ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു VTH which is equal to A0 into √2GH. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്താണ്. സോ ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു √2GH ആണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. Now what is the value of your coefficient of discharge? Coefficient of discharge CD is nothing but Q actual by Q theoretical. So Q actual AH by T ആണ്. Q theoretical A0 √2GH ആണ്. സോ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പെരിമെന്റിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ഒരു സെക്കൻഡിൽ എത്ര വോളിയം വാട്ടർ കളക്ട് ചെയ്യുന്നു എന്ന് മെഷറിംഗ് ടാങ്ക് വെച്ച് കണ്ടുപിടിക്കുന്നു. സോ ആ വോളിയം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും. സോ പിന്നെ സിമ്പിൾ ആണല്ലോ, ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടും. സോ ദിസ് ഈസ് എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എങ്ങനെയാണ് എക്സ്പെരിമെന്റൽ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. സെയിം എക്സ്പെരിമെന്റ് ആണ്, സെയിം സെറ്റപ്പ് ആണ്. അതിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഒരു വാട്ടർ ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഒറിഫൈസിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിന് എന്തുണ്ട്? ഒരു വിനാ കോൺട്രാക്റ്റ സെക്ഷൻ ഉണ്ട്. എന്തായിരുന്നു വിനാ കോൺട്രാക്റ്റ? ഈ ജെറ്റ് വരുന്ന സമയത്ത് ജെറ്റ് അസ്യൂം ചെയ്യുന്ന ഏറ്റവും മിനിമം ഏരിയ ഉള്ള സെക്ഷൻ അല്ലെ? ഏറ്റവും മിനിമം ഏരിയ ഉള്ള സെക്ഷൻ ആണ് എന്ത്? വിനാ കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് വിനാ കോൺട്രാക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. CC ആണ് വിനാ കോൺട്രാക്റ്റ. നൗ വി ആർ കൺസിഡറിങ് എ പോയിന്റ് സച്ച് ദാറ്റ് ഈ CCയിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു മങ്ങിയ കളറിൽ ഒരു പോയിന്റ് കാണുന്നുണ്ടല്ലോ. കുറച്ച് സമയം കഴിയുമ്പോൾ ടി ടൈം കഴിയുമ്പോൾ ഈ പോയിന്റ് എവിടെ എത്തുന്നു? P എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾ ടി ടൈം കഴിയുമ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ വിനാ കോൺട്രാക്ട് നമ്മളെടുത്തു. വിനാ കോൺട്രാക്റ്റിൽ എടുത്തു ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ടി സമയം കഴിയുമ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നു. ഓക്കെ, രണ്ട് പോയിന്റ് ആണ് ടിയും പിയും. ദെൻ ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ
നമ്മൾ ഇതിന്റെ ഡിസ്റ്റൻസുകൾ എടുക്കുകയാണ്. സോ വിനാ കോൺട്രാക്ട് ചെയ്യുന്ന പിയിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. വിനാ കോൺട്രാക്ട് ടു പി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. അത്രയും ദൂരം അത് ടി ടൈമിൽ ട്രാവൽ ചെയ്തു. മനസ്സിലായല്ലോ? 0 ആയിരുന്നു ടൈമിങ്, അവിടെ ഉണ്ടായിരുന്ന പോയിന്റ് പൊസിഷൻ ഇതാണ്. ഓക്കെ, ടി ടൈം കഴിയുമ്പോൾ അത് പി പോയിന്റിൽ എത്തുന്നു. അപ്പോൾ അത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ടി ടൈമിൽ ഈ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഇനി ടി ടൈമിൽ ഈ പോയിന്റ് ട്രാവൽ ചെയ്ത വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതാണ് വൈ. ഓക്കെ, നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഫ്ലൂയിഡ് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഗ്രാവിറ്റി വഴി താഴോട്ട് വരും അല്ലേ. സോ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അതിന് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. പി എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ആണ്. ഓക്കെ, so horizontal distance traveled by the jet is x, vertical distance between p and vena contracta is y. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ജെറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ ബേസിക് ആയിട്ട് ഫിസിക്സിൽ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട് അല്ലെ, അത് ഉപയോഗിക്കാൻ പോവാം. നമ്മൾ വെലോസിറ്റി, ഡിസ്റ്റൻസ്, അതൊക്കെ ടൈം, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് സെറ്റപ്പിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇവിടം തൊട്ട് ഇവിടം വരെ പോയി എന്ന് വിചാരിക്കുക. സോ അതിന്റെ ഡിസ്റ്റൻസസ് ആണ് എക്സും വൈയും. ആ എക്സും വൈയും ടൈമും വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ് വെലോസിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ലെറ്റ് us see വെലോസിറ്റിന്റെ സാധാരണ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. സാധാരണ ലീനിയർ മോഷൻ ആണെങ്കിൽ, ഒരു ബോഡി നേരെ പോവുകയാണെങ്കിൽ, ലീനിയർ മോഷൻ ആണെങ്കിൽ ലീനിയർ മോഷന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. 2D ലീനിയർ മോഷന്റെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി ഡിസ്റ്റൻസ്? വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി എങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് അല്ലെ. സോ ഇവിടുത്തെ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷൻ. സോ ടി ടൈമിൽ ഈ പറഞ്ഞ പാർട്ടിക്കിള് എക്സ് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഹൊറിസോണ്ടലിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. So from this you can derive an equation for time alle. What is time? Distance divided by velocity alle. X is the distance, v is the velocity, t is the time. Then you get time t is equal to x by v, horizontal distance by the velocity of travel. Okay, ഇനി നമ്മൾ y ഡയറക്ഷൻ എടുക്കും. y ഡയറക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ v is equal to u plus at, v square is equal to u square plus 2as, അതുപോലെ s is equal to ut plus half at square എന്ന് പറഞ്ഞ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു, s is equal to ut plus half at square. അതിലെ ഓരോ വാല്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിലെടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ s എന്ന് പറയുന്ന y ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ്, നമുക്ക് y ആണ് അല്ലെ. y ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് y ആണ്. Now u ഇനീഷ്യൽ വെലോസിറ്റി. സോ ഈ പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇതിന് y ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല അല്ലെ. y ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് 0. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി ഹാഫ് എ ടി സ്ക്വയർ. വാട്ട് ഈസ് എ? എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള അതിന്റെ ആക്സലറേഷൻ ആണ് എ എന്ന് പറയുന്നത്. ഇവിടെ ഒരെണ്ണം ഫ്രീ ആയിട്ട് താഴോട്ട് പോകുന്നു, ബൈ ഗ്രാവിറ്റി ആണ്. അപ്പൊ അതിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും? ജി ആയിരിക്കും അല്ലെ. സോ യു ഗെറ്റ് y ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. ഇത് ബേസിക് ഫിസിക്സ് ആയതുകൊണ്ടാണ് ആ ഇക്വേഷൻ ഒന്നും ഞാൻ എഴുതാത്തത്. s is equal to ut plus half at square ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ 0 ആണ്. സോ ut പോയി. പിന്നെ ഉള്ളത് ഹാഫ് at സ്ക്വയർ. ഹാഫ് at സ്ക്വയറിൽ a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ് അല്ലെ. നമ്മൾ പോരുന്ന ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ. ഇവിടെ ബൈ ഗ്രാവിറ്റി ആണ് താഴോട്ട് വരുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ യു ഗെറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y is equal to ഹാഫ് ജി ടി സ്ക്വയർ. സോ ഇവിടെ ഹാഫ് ജി ടി സ്ക്വയറിൽ ടിക്ക് പകരം നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ടൈം ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി എന്ന് നമുക്കറിയാം. സോ ടിക്ക് പകരം എക്സ് ബൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജി എക്സ് ബൈ വി ഓൾ സ്ക്വയർ. ഓക്കെ, ജി എക്സ് ബൈ വി ഓൾ സ്ക്വയർ. ഇതിനകത്ത് നിന്ന് നമ്മൾ വി സ്ക്വയറിന് ഒരു ഇക്വേഷൻ എഴുതുന്നു. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എക്സ് സ്ക്വയർ. വി സ്ക്വയർ ഇങ്ങോട്ട് എടുക്കുക, ജി എക്സ് സ്ക്വയർ ബൈ 2y. മനസ്സിലായല്ലോ. സോ രണ്ട് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ വെലോസിറ്റി ഇക്വേഷൻ എടുത്തു. വെലോസിറ്റി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എക്സ് സ്ക്വയർ ബൈ 2y. ഓക്കെ, സോ ഇതിനകത്ത് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലേ. സോ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ 2y. സോ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ സി സി എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എക്സ് ഹൊറിസോണ്ടൽ, വൈ
വെർട്ടിക്കലോ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് എത്തിയ പൊസിഷനിലുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെലോസിറ്റി ഓഫ് ജെറ്റ് അല്ലെ. എത്ര വെലോസിറ്റിയിലാണ് ജെറ്റ് വരുന്നത് എന്നുള്ളതാണ് ഈ വെലോസിറ്റി. സോ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ ഒറിഫൈസ്. ഒറിഫൈസിൽ കൂടെ എത്ര വെലോസിറ്റിയിൽ വാട്ടർ വരുന്നു എന്നതിന്റെ മെഷർ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി. സോ യു ഗോട്ട് വി ആക്ച്വൽ. സോ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ഫ്ലോ വി ആക്ച്വൽ ഈസ് നത്തിങ് ബട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ 2y. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഡിറൈവ് ചെയ്തിരിക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആക്ച്വൽ വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ 2y. സോ ആക്ച്വൽ വെലോസിറ്റി ഇതാണ്. തിയറട്ടിക്കൽ വെലോസിറ്റി എന്താണ്? റൂട്ട് 2gh അല്ലേ. സോ വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി? വി ആക്ച്വൽ ബൈ v theoretical, which is equal to x into root of g by 2y divided by root of 2gh. So simplify ചെയ്യാം. x into root of g by 4y gh. ഇവിടെ നോക്കിയേ, gയും gയും cancel ചെയ്തു. So what you get? Coefficient of velocity, it is equal to x by root of 4yh. So the equation for coefficient of velocity in experimental determination is equal to x by root of 4yh. സോ നമുക്ക് വി ആക്ച്വൽ, വി തിയറട്ടിക്കൽ, വി ആക്ച്വൽ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാതെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അതൊന്നുമല്ല തന്നിരിക്കുന്നത്, നമുക്ക് എക്സും വൈയും ഒക്കെയാണ് തന്നിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ആ ജെറ്റിന്റെ ട്രാൻസിറ്റിന്റെ സമയത്ത്, ആ ജെറ്റ് ഒഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ എക്സും വൈയും കോർഡിനേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? വെള്ളം ടാങ്കിൽ നിന്ന് ഒഴുകി പോരുന്ന സമയത്ത് അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിന്റെ എക്സ് വൈ കോർഡിനേറ്റ്സ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും കോർഡിനേറ്റ്സ്, അതാണ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ. സോ ആ എക്സും വൈയും അറിയാമെങ്കിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ബൈ റൂട്ട് ഓഫ് 4yh. നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടി, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കിട്ടി. രണ്ടിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കാം. അത് വേറെ എക്സ്പെരിമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ? യു നോ ദ റിലേഷൻ സി ഡി ഈസ് ഈക്വൽ ടു സി സി ഇൻറ്റു സി വി അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട സി ഡി ഈസ് ഈക്വൽ ടു സി സി ഇൻറ്റു സി വി. ഫ്രം ദിസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഈസ് ഈക്വൽ ടു സി ഡി ബൈ സി വി അല്ലെ. സി ഡി ഓൾറെഡി കണ്ടുപിടിച്ചു ആദ്യത്തെ എക്സ്പെരിമെന്റ് വഴി. സെയിം എക്സ്പെരിമെന്റിൽ ഒരു പോയിന്റ് വെച്ച് എക്സും വൈയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി വി കണ്ടുപിടിക്കാം. സോ സി ഡിയും സി വിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സി സി കണ്ടുപിടിക്കാം. ഇതാണ് എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. സോ ഇനി നമുക്കൊന്ന് ഇതുവരെ കണ്ട കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയറട്ടിക്കൽ. ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ് അല്ലെ. സോ ക്യൂ ആക്ച്വൽ നമ്മൾ ഇപ്പോൾ എക്സ്പെരിമെന്റിൽ എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം, എത്ര വാട്ടർ വോളിയം കളക്ട് ചെയ്തു ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. ഏരിയ ഇൻറ്റു ഹൈറ്റ് ബൈ ടൈം. വാട്ട് ഈസ് ഏരിയ? ഏരിയ ഓഫ് ദ കളക്ടിങ് ടാങ്ക് ആണ് അല്ലെ. നമ്മൾ വെള്ളത്തിൽ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഒരു കളക്ഷൻ ടാങ്കിൽ, മെഷറിംഗ് ടാങ്കിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ടാങ്കിന്റെ ഏരിയ ആണ് എ എന്ന് പറഞ്ഞാൽ. ആ ടാങ്കിൽ ടി ടൈമിൽ എത്ര ഹൈറ്റ് വാട്ടർ കളക്ട് ചെയ്തു, അതാണ് എച്ചും ടിയും. ഓക്കെ, സോ യു ക്യാൻ ഗെറ്റ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ ദിസ് ഇക്വേഷൻ. ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. തിയറട്ടിക്കൽ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ഒറിഫൈസ് ഇൻറ്റു റൂട്ട് 2gh. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടും. ഇത് സെയിം എക്സ്പെരിമെന്റ് ചെയ്യുന്നു. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? എക്സും വൈയും കോർഡിനേറ്റ് നമുക്കറിയാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ ജെറ്റിന്റെ പാത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് അതിന്റെ വെർട്ടിക്കൽ കോർഡിനേറ്റും ഹൊറിസോണ്ടൽ കോർഡിനേറ്റും നമുക്ക് അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി സി വി ഈസ് ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് ഓഫ് 4yh. അല്ലെങ്കിൽ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി ആണ്. തിയറട്ടിക്കൽ വെലോസിറ്റി റൂട്ട് 2gh ആണ്. ആക്ച്വൽ വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ 2y. സോ ഈ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ബൈ റൂട്ട് ഓഫ് 4yh. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കിട്ടും. നൗ you know the relation between CD, CC and CV, which is equal to CD is equal to CC into CV. So CD is equal to CC into CV ആണെങ്കിൽ what is your coefficient of contraction CC? It is nothing but CD by CV. So ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഈ വാല്യൂസ് ഒക്കെ തരും, എന്നിട്ട് നിങ്ങളോട് 3 കോഎഫിഷ്യന്റ് ഓഫ് മൂന്ന് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസും കണ്ടുപിടിക്കാൻ ചോദിക്കാം. സോ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഓരോ വാല്യൂസും കിട്ടുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് വെച്ച് നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സോ ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റ്. അതിന്റെ വാല്യൂസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് വാട്ടർ കളക്റ്റഡ് ഇൻ മെഷറിംഗ് ടാങ്ക് ഇൻ ടൈം ടി അല്ലെ. ടൈം ടിയിൽ എത്ര ഹൈറ്റ് വാട്ടർ കളക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എച്ച്. ടി ടൈം ആണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് ഓഫ് ലിക്വിഡ് ഓവർ ദ ഒറിഫൈസ് അല്ലെ. ഒറിഫൈസിന്റെ മുകളിലുള്ള നമ്മുടെ ഒറിഫൈസ് ഏത് ടാങ്കിലാണോ വെച്ചത് അതിന്റെ ഹെഡ്, ആ ഹെഡ് കൊണ്ടാണ് വാട്ടർ ഒഴുകുന്നത്. ദാറ്റ് ഈസ് എച്ച്. നൗ എക്സ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ജെറ്റ്. y is the vertical distance between P and Vina contact. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ ഹൊറിസോണ്ടൽ കോർഡിനേറ്റും വെർട്ടിക്കൽ കോർഡിനേറ്റും അത്ര ഓർത്താൽ മതി, എക്സും വൈയും. ഓക്കെ, വിത്ത് ദീസ് വി ആർ ഗോയിങ് ടു ഡു എ ഫ്യൂ പ്രോബ്ലംസ്. 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കും. ഒന്നാമത്തെ ഒരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. ഇതാണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ദ ഹെഡ് ഓഫ് വാട്ടർ ഓവർ ആൻ ഒറിഫൈസ് of diameter 100 mm is 10 meter. The water coming out from the orifice is collected in a circular tank of diameter 1.5 meter. The rise of water in the tank is 1 meter in 25 seconds. The coordinates of a point on jet measured from Vina contracta are 4.3 meter horizontal and 0.5 meter vertical. Find the 3 hydraulic coefficients. Just a straightforward question ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഏരിയ ഓഫ് ഒറിഫൈസ് ആണ് അല്ലെ, സോറി, ഡയമീറ്റർ ഓഫ് ഒറിഫൈസ്. ഡയമീറ്റർ ഓഫ് ഒറിഫൈസ് എത്രയാണ്? 100 mm. ഡയമീറ്റർ ഓഫ് ഒറിഫൈസ് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ഒറിഫൈസ് കണ്ടുപിടിക്കാം. 5/4 into 0.1 square, 5/4 d square ആണ്. നിങ്ങൾക്ക് ഏരിയ ഓഫ് ഒറിഫൈസ് കിട്ടി 7.85 into 10⁻³ meter square. സോ ഡയമീറ്റർ അറിയെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കും അല്ലെ. ഇനി പറയുന്ന വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ദ ഒറിഫൈസ് ഈസ് കളക്റ്റഡ് ഇൻ എ സർക്കുലർ ടാങ്ക് ഓഫ് ഡയമീറ്റർ 1.5. ഇപ്പൊ നമ്മുടെ മെഷറിംഗ് ടാങ്ക് ഉണ്ട്. ആ മെഷറിംഗ് ടാങ്കിന്റെ ഡയമീറ്റർ ആണ് 1.5 മീറ്റർ. മെഷറിംഗ് ടാങ്കിന്റെ ഡയമീറ്റർ 1.5 മീറ്റർ ആണെങ്കിൽ മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ എത്രയായിരിക്കും? 5/4 into 1.5 square, 1.767 meter square. 5/4 d square ചെയ്യുക. സോ യു ഗെറ്റ് ദ ഏരിയ ഓഫ് ദ ടാങ്ക്. സോ കളക്ഷൻ ടാങ്കിന്റെ ഏരിയ കിട്ടി. ഇനി പറയുന്നത് റൈസ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് ഈസ് 1 meter in 25 seconds. സോ റൈസ് ഓഫ് വാട്ടർ ഇൻ ടാങ്ക് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ എച്ച് ആണ് അല്ലെ. സ്മോൾ എച്ച് എത്രയാണ്? 1 meter. എത്ര ടൈമിലാണ് ഈ 1 meter ഹൈറ്റിൽ റൈസ് ചെയ്യുന്നത്? 25 സെക്കൻഡ്. ദാറ്റ് ഈസ് യുവർ ടൈം ടി ഈസ് ഈക്വൽ ടു 25 seconds. സോ നമുക്ക് ഏരിയ ഓഫ് ഒറിഫൈസ് കിട്ടി, ഏരിയ ഓഫ് ടാങ്ക് കിട്ടി, എച്ച് കിട്ടി, ടി കിട്ടി. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് എന്താ? കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ ജെറ്റ് മെഷേർഡ് ഫ്രം വിന കോൺട്രാക്ട ആർ 4.3 meter horizontal and 0.3 meter vertical. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ജെറ്റിന്റെ ട്രാൻസിറ്റിൽ ഒരു പോയിന്റ് വേണം. ആ പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ പോയിന്റിന്റെ ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് 4.3 ആന്ന് പറഞ്ഞു, വെർട്ടിക്കൽ കോർഡിനേറ്റ് 0.5 ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് 4.3, വൈ വെർട്ടിക്കൽ കോർഡിനേറ്റ് 0.5 അല്ലെ. എക്സും വൈയും. ഇനി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ട്. ഹെഡ് തന്നിട്ടില്ലേ? നോക്കിക്കേ, ഫസ്റ്റ് സെന്റൻസിൽ 100 mm ഒറിഫൈസിൽ വാട്ടർ ഫ്ലോസ് അറ്റ് ദ ഹെഡ് ഓഫ് 10 meter. കോൺസ്റ്റന്റ് ഹെഡ് 10 meter ആണ്. നമ്മൾ ഹെഡ് സാധാരണ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ എച്ച് അല്ലെ. സോ ഹെഡ് ഓവർ ദ ഒറിഫൈസ് ഈസ് 10 meter. നമുക്ക് വേണ്ട വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ആക്ച്വൽ ഡിസ്ചാർജിന്റെ എക്സ്പെരിമെന്റൽ ഇക്വേഷൻ എന്താ? A into h/t. A is the area of tank, h is the level rise in the tank, t is the time for collection. എല്ലാം തന്നിട്ടുണ്ടല്ലോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A എത്രയാ? 1.767 meter square. h എത്രയാ? 1 meter. ഈ സ്മോൾ h അല്ലേ, അത് 1 meter. Now what is t? 25 seconds. So time 25 seconds. Substitute ചെയ്യുക. What you get? The value of actual discharge, which is equal to 0.0707 meter cube per second. So 0.0707 meter cube per second ആണ് ആക്ച്വൽ ഡിസ്ചാർജ്. ഇനി തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്താണ്? തിയറട്ടിക്കൽ ഡിസ്ചാർജ് നമുക്കറിയാം A0 into √2GS. സോ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ് നമ്മുടെ എന്ത്? CD എന്ന് പറഞ്ഞാൽ. സോ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? Q actual by Q theoretical. Q theoretical A0 into √2GS ആണ്. സോ Q ആക്ച്വലിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. A0 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഒറിഫൈസ് ആണ്. 7.85 into 10⁻³ into root of 2GS. 2 into 9.81 into 10. So you got the coefficient of discharge. After solving this numerical, you get it as 0.643. So coefficient of discharge CD എന്ന് പറഞ്ഞാൽ 0.643 ആണ്.
ഇനി നമുക്ക് എന്താ വേണ്ടേ? കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എക്സ് ബൈ റൂട്ട് ഓഫ് 4YH. CV is equal to എക്സ് ബൈ റൂട്ട് ഓഫ് 4YH. എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ആണെന്നറിയാം, വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോർഡിനേറ്റ് ആണെന്നറിയാം, എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ആണെന്നറിയാം. സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.3 ആണ് ഹൊറിസോണ്ടൽ, വൈ 0.5 ആണ്, എച്ച് 10 ആണ് അല്ലെ. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.961. സോ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി CV is equal to 0.961. ഇനി എന്താ വേണ്ടേ? മൂന്നാമത്തെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? CD is equal to CC into CV അല്ലെ. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ CC is equal to CD by CV. സോ CD എന്ന് പറഞ്ഞാൽ 0.643 ആണ്, CV എന്ന് പറഞ്ഞാൽ 0.967 ആണ്. 0.643 by 0.97, സോറി 961 is equal to 0.669. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ പ്രോബ്ലം. മിക്കവാറും പരീക്ഷകൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മറിച്ച് നോക്കിയാൽ ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ എന്തറിഞ്ഞാൽ മതി? ഇക്വേഷൻസ് നന്നായിട്ട് അറിയാം, എക്സ്പെരിമെന്റിനെ കുറിച്ച് ചെറിയ ധാരണ ഉണ്ടാവും, എന്തൊക്കെ വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ബാക്കി എല്ലാം ക്വസ്റ്റ്യനിലുണ്ടാവും. ജസ്റ്റ് ആ വാല്യൂസ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ക്യാൻ ഈസിലി സോൾവ് ദിസ് പ്രോബ്ലം. വേറെ ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, ഇക്വേഷൻസിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. ലെറ്റ് us see. A tank has two identical orifices on one of its vertical sides. The upper orifice is 3 meters below the water surface and the lower one is 5 meters below the water surface. If the value of CV for each of the orifice is 0.96, find the point of intersection of the two jets. Okay. നമുക്ക് നോക്കാം. ഒരു ജെറ്റ് ഉണ്ട്, സോറി ഒരു ടാങ്ക് ഉണ്ട്. ഇവിടെ ഒരു ഒറിഫൈസ് അല്ല, 2 ഒറിഫൈസ് ഉണ്ട്. നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസിനെ കുറിച്ച് കുറെ ഡിസ്കസ് ചെയ്തല്ലേ. ആ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഒരു ഒറിഫൈസിനെ ബേസ് ചെയ്താ പറയുന്നത്. ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒറിഫൈസിന്റെ പ്രോപ്പർട്ടിയാണ്. മനസ്സിലായോ? ഒരു ഒറിഫൈസിന്റെ പ്രോപ്പർട്ടിയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ടാങ്കിൽ 2 ഒറിഫൈസ് ഉണ്ടെങ്കിൽ 2ന് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഉണ്ടാവും. ഇപ്പം ഇവിടെ ഇപ്പൊ 2 എണ്ണം ഉണ്ടല്ലേ, ഇതിനെ 1 എന്നും ഇതിന് 2 എന്ന് പറഞ്ഞു എന്നൊന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ ഒന്നാമത്തേന് ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഉണ്ട്. ഈ രണ്ടാമത്തേതിന് ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഉണ്ട്. ഇത് രണ്ട് ചിലപ്പോൾ ഒരേപോലെ ആവാം, രണ്ടും ചിലപ്പോൾ വ്യത്യസ്തമാവാം, ബേസ്ഡ് ഓൺ സൈസ്, പ്രോപ്പർട്ടീസ്. ഇതൊക്കെ വെച്ചിട്ട് ആ രണ്ടും അതിന്റെ ക്രോസ് സെക്ഷൻ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഒരേ വാല്യൂ ആയിരിക്കാം, ചിലപ്പോൾ വ്യത്യസ്ത വാല്യൂ ആയിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ടാങ്കിനല്ല ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഉള്ളത്, ഒരു ഒറിഫൈസിനാണ്. ഇപ്പൊ ഒരു ടാങ്കിൽ 2 ഒറിഫൈസ് ഉണ്ടെങ്കിൽ ആ രണ്ടിനും ഡിഫറെന്റ് വാല്യൂസ് ആവാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, the value of CV for each of the orifice is 0.96. രണ്ടും ഐഡന്റിക്കൽ ആണ്, അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി 2 ഒറിഫൈസിനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ഒറിഫൈസ് വാട്ടർ ലെവലിൽ നിന്ന് 3 മീറ്റർ താഴെയാണ്. ഓക്കെ, ഒന്നാമത്തെ ഒറിഫൈസ് വാട്ടർ ലെവലിൽ നിന്ന് 3 മീറ്റർ താഴെയാണ്. രണ്ടാമത്തെ ഒറിഫൈസ് വാട്ടർ ലെവലിൽ നിന്ന് 5 മീറ്റർ താഴെയാണ്. കണ്ടോ? സോ അപ്പർ ഒറിഫൈസ് is 3 meter below the free surface. The lower orifice is 5 meter below the free surface. Okay, so what is this 3 and 5? ഓരോ ഒറിഫൈസിന് നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന പോലെ അതിൽ കൂടെ നടക്കുന്ന ഫ്ലോയ്ക്ക് കാരണമായ ഹെഡും ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. ഹെഡ് ഓവർ ദ ഒറിഫൈസ് നമ്മൾ H എന്ന് റെപ്രസെന്റ് ചെയ്യും അല്ലേ. അത് ഒന്നാമത്തെ ഒറിഫൈസിന് എത്രയാണ്? 3 മീറ്റർ ആണ്. രണ്ടാമത്തെ ഒറിഫൈസിന് 5 മീറ്റർ ആണ്. സോ യു ഹാവ് H1 is equal to 3 meter, H2 is equal to 5 meter. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് CV രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 ജെറ്റ്സ്. അതായത് ഈ ഒരു ഒറിഫൈസിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് വരും, ഈ ഒറിഫൈസിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് വരും അല്ലെ. അറ്റ് സം പോയിന്റ് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, അതായത് എക്സും വൈയും നമ്മൾ നേരത്തെ കണ്ടില്ലേ, എക്സ് വൈ എന്ന് പറഞ്ഞ് കണ്ട കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ഈ ഒരു ഒറിഫൈസിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് വരുന്നു, ഈ ഒറിഫൈസിൽ നിന്നും വാട്ടർ പുറത്തോട്ട് വരുന്നു, രണ്ടും കൂടെ ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നു. ഈ പോയിന്റിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ എക്സ് വാല്യൂവും വൈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീന കോൺട്രാക്ട് ചെയ്യുന്ന ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ. ഒരു ഈ പോയിന്റ് എടുത്താൽ ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് റെഫറൻസ്. ഇപ്പോൾ ഈ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീന കോൺട്രാക്ട് ചെയ്യുന്ന ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അത് എക്സ്. 2 ഒറിഫൈസിനും സെയിം ആണ് അല്ലെ. രണ്ടും കൂടെ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ 2 ഒറിഫൈസിനും എക്സ് വാല്യൂ സെയിം ആണ്. X1 X2 എന്നില്ല,
x1 is equal to x2 is equal to x. ഇനി y എന്ന് പറഞ്ഞാൽ അതിന്റെ വെർട്ടിക്കൽ കോർഡിനേറ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ വിന കോൺട്രാക്ട് ഇവിടെ, ഇതിന്റെ വിന കോൺട്രാക്ട് ഇവിടെ. സോ ഒന്നാമത്തെ വിന കോൺട്രാക്ട് എന്നുള്ള ഡിസ്റ്റൻസ് y1, രണ്ടാമത്തെ വിന കോൺട്രാക്ട് എന്നുള്ള ഡിസ്റ്റൻസ് y2. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്? രണ്ട് റിഫൈസ് ഉണ്ട്, രണ്ട് റിഫൈസിൽ നിന്ന് വെള്ളം വരുന്നു, വെള്ളം വന്ന് ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, ആ സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, അതായത് എക്സ്, y1, y2 ഈ മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഒരെണ്ണം ആവാൻ കാരണം എന്താണ്? രണ്ടും കൂടെ ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലെ? x1 x2 ഈസ് ഈക്വൽ ടു എക്സ്. ഇനി y1 y2 ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് CV1 ഈസ് ഈക്വൽ ടു CV2 എന്നാണ് അല്ലെ? CV1 എന്ന് പറഞ്ഞാൽ യൂഷ്വലി എന്താണ്? നമുക്കറിയാം ഇക്വേഷൻ x/√4yh ആണ് CV എന്ന് പറഞ്ഞാൽ. സോ CV1 എന്ന് പറഞ്ഞാൽ x1/√4y1 h1. CV2 എന്ന് പറഞ്ഞാൽ എന്താണ്? x2/√4y2 h2. മനസ്സിലായല്ലോ അല്ലെ? CV1 x1/√4y1 h1, CV2 x2/√4y2 h2. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടും ഈക്വൽ ആണ്. CV1 ഈസ് ഈക്വൽ ടു CV2 ഈസ് ഈക്വൽ ടു 0.96. CV രണ്ടിനും ഈക്വൽ ആണ്. രണ്ട് റിഫൈസിനും ഒരേ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തൂടെ? x1/√4y1 h1 ഈസ് ഈക്വൽ ടു x2/√4y2 h2. ഇതിൽ x1 ഈസ് ഈക്വൽ ടു x2 നമുക്കറിയാം. കാരണം എന്താ? മീറ്റിംഗ് പോയിന്റ് രണ്ടും ഒന്നാണ് അല്ലെ? മീറ്റിംഗ് പോയിന്റ് ഒന്നാണ്, അതുകൊണ്ട് x1 ഈസ് ഈക്വൽ ടു x2 ഈസ് ഈക്വൽ ടു x. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x1ഉം x2ഉം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് കാണുന്നുണ്ട്, ഇവിടെ സ്ക്വയർ റൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടിനും സ്ക്വയർ ചെയ്താൽ സ്ക്വയർ റൂട്ട് പോയി കിട്ടും. പിന്നെ 4 കോമൺ ആണ് അല്ലെ? 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. സോ വാട്ട് യു ഗെറ്റ്? y1 h1 ഈസ് ഈക്വൽ ടു y2 h2. കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? y1 y2 x ആണ് അല്ലെ? ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം y1 അൺനോൺ ആണ്, y2 അൺനോൺ ആണ്. രണ്ട് അൺനോണും ഒരു ഇക്വേഷനേ ഉള്ളൂ. സോൾവ് ചെയ്യാൻ പറ്റും? ഇല്ല. യൂഷ്വലി ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിലുള്ള ജനറൽ റൂൾ എന്താ? ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഒരു അൺനോൺ, രണ്ട് ഇക്വേഷൻ ആണെങ്കിൽ രണ്ട് അൺനോൺ അല്ലെ? മൂന്ന് അൺനോൺസ് ഉണ്ടെങ്കിൽ മൂന്ന് ഇക്വേഷൻ വേണം. സോ ഇവിടെ നമുക്ക് രണ്ട് അൺനോണും ഒരു ഇക്വേഷനും ഉള്ളത്. സോ സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റേതിന്റെ ടേംസിലോട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. അതായത് y1നെ y2ന്റെ ടേംസിലോ y2നെ y1ന്റെ ടേംസിലോ എഴുതാൻ പറ്റുമോ നോക്കാം. ഈ ഒരു ചിത്രത്തിലോട്ട് വന്നേ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് y2, ഇതാണ് y1 അല്ലെ? ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? y2 y1 എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി y2 പ്ലസ് 2 മീറ്റർ അല്ലേ? നോക്കിക്കേ, y2 പ്ലസ് 2 മീറ്റർ ആണ് നമ്മുടെ y1 എന്ന് പറഞ്ഞാൽ. ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും 5 3 ഈ ഡിഫറൻസ് ആണ് 2 അല്ലെ? ഈ രണ്ട് ജെറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 2. ഇപ്പൊ രണ്ടിന്റെയും വിന കോൺട്രാക്ട് തമ്മിലുള്ള ഡിഫറൻസും 2 ആണ് അല്ലെ? സോ വാട്ട് വിൽ ബി y1? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് y2 പ്ലസ് 2. സോ y1 y2 പ്ലസ് 2 ആണ്. അപ്പൊ y1ന് പകരം y2 പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒറ്റ അൺനോണേ ഇവിടെ ഉള്ളൂ. അതേതാണ്? y2 ആണ് അല്ലെ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y1ന് പകരം y2 പ്ലസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു ഗെറ്റ് y2 പ്ലസ് 2 ഇൻറ്റു h1, അത് 3 മീറ്റർ ആണ് നമുക്കറിയാം, ഈസ് ഈക്വൽ ടു y2 ഇൻറ്റു 5 മീറ്റർ അല്ലെ? 3 മീറ്റർ 5 മീറ്റർ. സോ സോൾവ് ചെയ്യുക. സോ യു ഗെറ്റ് 3y2 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 5y2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 മൈനസ് 3 2. സോ 2y2 ഈസ് ഈക്വൽ ടു 6. സോ യു ഗെറ്റ് y2 ഈസ് ഈക്വൽ ടു 6/2 വിച്ച് ഈസ് ഈക്വൽ ടു 3 മീറ്റർ. മനസ്സിലായല്ലോ? നമ്മൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഇക്വേഷൻ CV1 ഈസ് ഈക്വൽ ടു CV2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ച് കോമൺ ആയിട്ടുള്ള ഫാക്ടറൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിയുന്നു. പിന്നെ y1 h1 y2 h2 ആണ്. അതിൽ y1ഉം y2ഉം രണ്ട് അൺനോൺ ആണ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരെണ്ണത്തിന്റെ മറ്റേ ടേംസിലോട്ട് എഴുതാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നു. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? y1 ഈസ് ഈക്വൽ ടു y2 പ്ലസ് 2 ആണെന്ന് മനസ്സിലായി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു ഗോട്ട് ദ വാല്യൂ ഓഫ് y2 ഈസ് ഈക്വൽ ടു 3 മീറ്റർ. ഇനി എല്ലാം സിമ്പിൾ ആണ് അല്ലേ? y2 3 മീറ്റർ ആണെങ്കിൽ y1 എത്ര ആയിരിക്കും? y2 പ്ലസ് 2. സോ 3 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ഇനി എങ്ങനെ എക്സ് കണ്ടുപിടിക്കാം? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് ബാക്കി എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? മതിയല്ലോ. കാരണം നമുക്ക് ഇപ്പോൾ എക്സ് അറിയാം, സോറി y1 അറിയാം, CV അറിയാം അല്ലെ? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ CV2 അറിയാം, y2 അറിയാം. സോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. CV1 ഈസ് ഈക്വൽ ടു 0.96 വിച്ച് ഈസ് ഈക്വൽ ടു x1/√4y1 h1. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 0.96 ഈസ് ഈക്വൽ ടു x/√4 ഇൻറ്റു y1ന് പകരം 5, h1ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 7.43 മീറ്റർ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസും ചോദിക്കാം. ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക,
ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ബൈ ദിസ് വി ആർ കമ്മിങ് ടു എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ ആൻഡ് ഫോർ യുവർ ഹോംവർക്ക് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കൂടെ ചെയ്യാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. ചെയ്ത് നോക്കുന്നവരുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലത്തിന് വേണ്ടി 2 പ്രോബ്ലംസ് തരുന്നു. ഒന്നാമത്തെ പ്രോബ്ലം സിമിലർ ആണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല, ആദ്യം നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. സോ എല്ലാ ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ചാർജ് നേരിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആക്ച്വൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് ആണ്. എ 25 mm diameter nozzle discharges 0.76 meter cube of water per minute. സോ ഒരു നോസിലാണ്, ഇവിടെ ഒറിഫൈസ് അല്ല പറയുന്നത്, നോസിലാണ്. അതിന്റെ ഡയമീറ്റർ 25 mm ആണ്. അത് ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടർ 0.76 meter cube of water per minute ആണ്. When the head is 6 meter. സോ അതിന്റെ H തന്നിട്ടുണ്ട് 6 meter. The diameter of the jet is 22.5 meter. ജെറ്റിന്റെ ഡയമീറ്റർ 22.5 ആണ്. ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻ. നിങ്ങൾക്ക് നോസിൽ എന്താണെന്ന് അറിയണമായിരിക്കും. സോ ദിസ് ഈസ് യുവർ നോസിൽ. സോ ഇതാണ് നോസിൽ. ഈ അറ്റത്തുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് നോസിൽ. ആ ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം വരുന്നു. ഒറിഫൈസ് പോലെ തന്നെ ഒരു ഓപ്പണിംഗ് ആണ്, അതിൽ കൂടെ വെള്ളം വരുന്നു. സോ നോസിലിന്റെ ഡയമീറ്റർ 25 mm. ഓക്കെ, നമുക്ക് ഇവിടെ ഒറിഫൈസിന് പകരം നോസിലാണ്. ഇപ്പൊ ഏരിയ ഓഫ് ഒറിഫൈസ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് നോസിൽ കണ്ടുപിടിക്കണം. അത് എത്രയാണ്? 5/4 25² അല്ലേ? സോ ഏരിയ ഓഫ് നോസിൽ, ഒറിഫൈസിന് പകരം ഏരിയ ഓഫ് നോസിലാണ്. പിന്നെ തന്നിരിക്കുന്നത് ജെറ്റ് ആണ് അല്ലെ? അതിൻ്റെ അകത്ത് പുറത്ത് വരുന്ന വാട്ടർ ജെറ്റിന്റെ ഏരിയ തന്നിട്ടുണ്ട്. സോ വാട്ടർ ജെറ്റിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിനാ കോൺട്രാക്ടിന്റെ ഏരിയന്റെ പകരം അതിന്റെ ഡയമീറ്റർ ഉണ്ട്. സോ അതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ CC കിട്ടിയല്ലോ. സോ അതുപോലെ നിങ്ങൾക്ക് CD കണ്ടുപിടിക്കാം, CD CC അറിയെങ്കിൽ CV കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കുക. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will be discussing more about other orifices. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒറിഫൈസിന്റെ ജനറൽ ഡീറ്റെയിൽസ് ആണ്. ഇനി നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു അല്ലേ? ആ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ഇപ്പൊ സബ്മേർജ് ഒറിഫൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് 3 ടൈപ്പ് ഒറിഫൈസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫുള്ളി സബ്മേർജ്ഡ്, പാർഷ്യലി സബ്മേർജ്ഡ്, അതുപോലെ ലാർജ് റെക്ടാങ്കുലർ ഒറിഫൈസ്. ഈ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. സോ ഗോ ത്രൂ ദ ക്ലാസ്, ഡു ദ പ്രോബ്ലംസ് ആൻഡ് സബ്മിറ്റ് നോട്ട്സ് ആസ് യൂഷ്വൽ. We will see you in the next class with different types of orifices and its flow. Okay, till then, bye, take care.